പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാടിന് ഒരു കൈത്താങ്ങ്. ദുരന്തബാധിതർക്ക് താൽക്കാലിക വീടുകൾ നൽകാൻ സപ്പോർട്ട് വയനാട് പദ്ധതിയുമായി ഒരു കൂട്ടം പ്രവാസികൾ. ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് ദുരന്തബാധിതർക്ക് താൽക്കാലികമായി താമസിക്കാൻ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് വീടുകളുടെ വിവരങ്ങൾ www.supportwayanad.com എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരളത്തിലെവിടെയുമുള്ള ആൾ താമസമില്ലാത്ത വീടുകൾ ഇത്തരത്തിൽ താമസിക്കാൻ നൽകാൻ സാധിക്കും. സർക്കാർ മുഖേനയാണ് ആവശ്യക്കാർക്ക് താമസിക്കാൻ വീടുകൾ നൽകുന്നത്. വീടുകൾ നൽകുമ്പോൾ പാലിക്കേണ്ട നടപടികളും പരിപാലന കരാറും വീടിൻ്റെ ഉടമകളും സർക്കാരും തമ്മിലായിരിക്കും. ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള പ്ലാറ്റ്ഫോം എന്ന നിലക്കാണ് സപ്പോർട്ട് വയനാട് പ്രവർത്തിക്കുക. യാതൊരു സാമ്പത്തിക സംഭാവനകളും ശേഖരിക്കുന്നില്ല. പകരം എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഉപയോഗിക്കാൻ താൽക്കാലികമായി അവരുടെ പ്രോപ്പർട്ടികൾ നൽകാൻ മനസ്സുള്ള വ്യക്തികളുടെ പിന്തുണയാണ് തേടുന്നത്. സർക്കാരിൻ്റെ ബാക്ക് എൻഡ് പ്രക്രിയകളെ സുഗമമാക്കുവാനും വയനാട് പ്രദേശത്ത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ് സുഗമമായി നടപ്പിലാക്കുന്നതിനു വരെയാണ് പരിപാടി. നിങ്ങളുടെ ശൂന്യമായിട്ടുള്ള വീടുകളോ ഹോട്ടലുകളോ ക്വാർട്ടേഴ്സുകളോ നൽകുക മാത്രമല്ല, നിങ്ങളൊരു ഡോക്ടറോ നഴ്സോ ഒരു ക്ലിനിക്കോ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ സേവനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഭവനരഹിതർക്ക് താമസിക്കാൻ വീട് നൽകാൻ താൽപ്പര്യമറിയിച്ച് നിരവധി പ്രവാസികൾ ബന്ധപ്പെട്ടതായും അവരുടെ സൗകര്യാർത്ഥമാണ് വെബ്സൈറ്റ് രൂപീകരിച്ചതെന്നും പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന AS ദീപു, മുനീർ അൽവഫ, ഫൈസൽ മുഹമ്മദ്, അമൽ ഗിരീഷ് എന്നിവർ പറഞ്ഞു. 100% സുതാര്യമായി നടത്തപ്പെടും. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ സംരംഭത്തിൻ്റെ പുരോഗതി വെബ്സൈറ്റ് മുഖേനയും ഫോൺ നമ്പർ, ഇമെയിൽ വഴിയും നിങ്ങളെ നേരിട്ടറിയിക്കും. വരൂ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാം.